വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രദേശങ്ങൾ ദേശീയ സ്വത്തായി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇസ്രയേലിന്റെ നടപടി നിയമവിരുദ്ധമായിരിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വക്താവ് അനൗർ എൽ അനൌനി പറഞ്ഞു. ഇസ്രയേലിന്റെ ഈ തീരുമാനം ദ്വിരാഷ്ട്ര പരിഹാരത്തെ ദുർബലപ്പെടുത്തുമെന്നും അനൌനി വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ഹമാസും പലസ്തീൻ അതോറിറ്റിയും ഇസ്രയേൽ നടപടിയിൽ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. നിയമവിരുദ്ധമായ അധിനിവേശ ശക്തിയുടെ അസാധുവായ തീരുമാനമെന്നായിരുന്നു ഈ വാർത്തയോട് ഹമാസിന്റെ പ്രതികരണം. ഞായറാഴ്ചയാണ് വെസ്റ്റ് ബാങ്കിലെ വലിയ പ്രദേശങ്ങൾ ദേശീയ സ്വത്തായി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിന് ഇസ്രയേൽ സർക്കാർ അംഗീകാരം നൽകിയത്. ഇസ്രയേൽ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ച്, നീതിന്യായ മന്ത്രി യാരിവ് ലെവിൻ, പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് എന്നിവർ സമർപ്പിച്ച നിർദ്ദേശത്തിന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു. 1967 ശേഷം ആദ്യമായാണ് ഇസ്രയേൽ പലസ്തീൻ പ്രദേശങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അനധികൃതമായി ഭൂമി പിടിച്ചെടുക്കുന്ന ഈ നടപടിയിലൂടെ വെസ്റ്റ് ബാങ്കിലെ ഭൂമിയിൽ സ്ഥിരമായ ഉടമസ്ഥതാവകാശം സ്ഥാപിക്കാനാണ് ഇസ്രയേലിന്റെ പ്രധാന ശ്രമം. എന്നാൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് അധിനിവേശ ശക്തികൾക്ക് അധിനിവേശ പ്രദേശങ്ങളിലെ ഭൂമി സ്വന്തമാക്കാൻ സാധിക്കില്ല. 1967 ശേഷം നിയമപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഇസ്രയേൽ പലസ്തീനിലെ പല പ്രദേശങ്ങളും ഔദ്യോഗിക രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നതാണ് വാസ്തവം. 2024 ജൂലൈയിൽ ഇസ്രയേൽ പലസ്തീൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയത് നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും എല്ലാ ഇസ്രയേൽ സെറ്റിൽമെന്റുകളും ഒഴിപ്പിക്കാനും ICC ഉത്തരവുമിട്ടിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത്. പിന്നാലെ വെസ്റ്റ് ബാങ്കിലും പലസ്തീനികൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇസ്രയേൽ സൈന്യവും ഇസ്രയേലി കുടിയേറ്റക്കാരുമാണ് പലസ്തീനികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതും. പലസ്തീനികളെ പരസ്യമായി മർദ്ദിച്ചും കൃഷിയിടങ്ങൾ നശിപ്പിച്ചും വാഹനങ്ങളും വിളകളും കത്തിച്ചുമാണ് ഇസ്രയേലികളുടെ ക്രൂരത തുടർന്നത്. ഈ അതിക്രമങ്ങൾക്ക് മന്ത്രി സ്മോട്രിച്ചിന്റെ കണ്ണടച്ചുകൊണ്ടുള്ള പിന്തുണയുണ്ടെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഗാസയിലുടനീളമുള്ള തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ 8,000-ഓളം മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്നതായി പ്രദേശത്തെ സിവിൽ ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മണ്ണുമാന്തി യന്ത്രങ്ങളുടെയും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളുടെയും ദൗർലഭ്യം നേരിടുന്നതായും സിവിൽ ഡിഫൻസ് ഫെബ്രുവരി 12 പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഏകദേശം 3000 ആളുകളെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ, രക്തസാക്ഷികളാണോ, തടവുകാരാണോ എന്നതിനെക്കുറിച്ചും അറിവില്ല. സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിലെ കാലതാമസം കാരണം മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബറിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 700-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനു ശേഷമാണ് ഈ പുതിയ കണക്കുകളും ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.